പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം തന്നെ പറയാം. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഇന്ന് കൂട്ടത്തിലുണ്ട് അല്ലേ? അതൊക്കെ തന്നെ ഒരുപാട് സന്തോഷം. വെക്കാൻ പോലെ പാചകം എന്ന് വെച്ചാൽ ഇതാ ചക്ക ബ്രെഡ് പൊരിക്കണ പോലെ പൊരിക്കുന്നതാണ്. ഇന്ന് പുതിയ പരിപാടിയായിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ആരും ചെയ്തിട്ടില്ലെന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക് കൂട്ടല്. കാരണം ആദ്യമായിട്ടായിരിക്കണം. ശനിയുടെ ഒരു പരീക്ഷണമാണ്. അപ്പൊ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞേച്ച് നമ്മള് ബ്രെഡ് അരിയണ പോലെ അരിഞ്ഞിട്ട് അത് മാവിലി മുക്കി പൊരിച്ചെടുക്കുന്നത്. അപ്പൊ എത്രത്തോളം വിജയിക്കുമെന്നൊന്നും അറിയത്തില്ല. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ശരണ്യയുടെ ഇതിന് ഞങ്ങൾ ഇതേ 3 പേരും സപ്പോർട്ട്. അതെ മക്കളെ, ഇന്ന് രാവിലെ എന്നെ ഇവിടെ നിലത്ത് നിർത്തിയിട്ടില്ല ശരണ്യ. അച്ഛാ എവിടുന്നെങ്കിലും ഒരു കടപ്ലാവും ചക്ക വേണമെന്നും പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നമ്മുടെ അടുത്തുനിന്ന് എപ്പോഴും കിട്ടുന്നതല്ലല്ലോ ഈ കടപ്ലാവും ചക്ക. അപ്പൊ ഞാൻ ഇന്ന് ഒരു 3-4 കടയിൽ ചെന്നതിന് ശേഷം ഇത് പൊതിഞ്ഞ് കടയിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചെന്നാൽ പൊതിഞ്ഞ് വെച്ചിരിക്കണം. അതിപ്പോൾ വന്നത് ചക്കയൊക്കെ പൊതിഞ്ഞാൽ വെക്കണം. അപ്പോൾ ഞാനത് മേടിക്കുകയും ചെയ്ത് ഇവിടെ കൊണ്ട് ചരനെ കൊടുത്തപ്പോൾ ചരനയ്ക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ പരിപാടിയിലേക്ക് ചരനെ കടക്കാൻ പോകുന്നത് കടപ്ലാവും ചക്ക കൊണ്ടുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ്. മക്കളെ, എന്തൊക്കെയാണ് കാട്ടിക്കൂടുള്ള നമുക്ക് നോക്കി കാണാം. അപ്പൊ എന്താ എനിക്ക് വീണ്ടും പരിപാടി. അപ്പൊ അത് തന്നെയല്ലേ കണ്ട, ഇന്നലെ ദോശ ഇണക്കിയായിരുന്നു. ഞങ്ങൾ ആ വീഡിയോ ഇട്ടുണ്ട്. ആ ദോശ ഇണക്കിയപ്പോ ഞാനും എന്റെ മകളും കൂടി ആണ് ദോശക്ക് ഇടിവെക്കേണ്ടി വന്നത്. മറ്റൊന്നുമല്ല കേട്ടാ, ദോശക്ക് ഇടിവെച്ചതല്ല. ഞങ്ങള് ഞങ്ങള് അമ്മയും മക്കളും എല്ലാവരും തമാശയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആ രീതി മാത്രമേ ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഉള്ളൂ. അത് ആരും അതിനകത്ത് കമന്റ് മറ്റു രീതിയിലൊന്നും തെറ്റിദ്ധരിക്കരുതും എന്നും ഞങ്ങൾ തമാശയിലൂടെയാണ് ഞങ്ങളുടെ വീഡിയോ. ഇപ്പൊ വീഡിയോയിലല്ലെങ്കിലും സോഷ്യലായിരിക്കും ഞങ്ങളുടെ ആ രീതികൾ. അതാരെങ്കിലും നമ്മുടെ വീടുകളിൽ വരുമ്പോഴേ അതിൻ്റെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെയുള്ള ഞാനും എൻ്റെ മകളോ എൻ്റെ ഭാര്യയോ എൻ്റെ മോനുമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ പേരക്കിടാക്കളായിട്ടോ ഈ സമയം വരെ നാളെ അങ്ങനെ തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് മാത്രമേ നിങ്ങളുടെയൊക്കെ നല്ലൊരു മനസ്സുകൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് മാത്രമേ ഞങ്ങളുടെയൊക്കെ അനുഗ്രഹമുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും അച്ഛനും മകളും ബഹുമാനക്കുറവൊന്നും. അച്ഛനോടും അമ്മയോടും സാറിനൊക്കെ നല്ല ബഹുമാനാണ്. അതുപോലെ തന്നെ വീട്ടിൽ വന്നവരോടും നല്ല മാന്യമായ രീതിയിലാണ് ശരണ്യ പെരുമാറുന്നത്. അല്ല, ആ ഒരു മുന്നേറ്റം ഭയങ്കര സന്തോഷമുണ്ട്. തിരിച്ചു അച്ഛനും അമ്മയ്ക്കും ഒക്കെ തിരിച്ച് ശരണ്യയോടും അതുപോലെ നല്ല ബഹുമാനം. അല്ല, അത് ഞങ്ങൾ പറയാ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചിരിയും കളിയും തമാശയൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനും മകളും കൂടിയാണ് എപ്പോഴും. കാരണം ഞങ്ങൾ തമ്മിലും അല്ല. ഞാൻ ചിലപ്പോ ഞാൻ വന്നത് ഇങ്ങനെ തോന്നി ഒരു വീടിന്റെ ഒരു ഉണർവെന്ന് തന്നെ പറയാം. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തമാശയും കാര്യങ്ങളും. അതെ അതെ. അപ്പൊ കുറച്ചുപേരോർത്ത് ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെ ഒരു സംശയം. ഒരിക്കലും പുതിയതായിട്ട് വന്നവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും മുന്നോട്ട് ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്കല്ല, വേറെ മറ്റ് ആൾക്കാർക്കും നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോകൾ ഞങ്ങൾ ചെയ്യുന്നത്. എങ്ങനെ എല്ലാവരും ഒരു സോഷ്യൽ മെന്റാലിറ്റിയും ആ ഒരു ജീവിത ഐക്യതയായിട്ട് പോകണം. നമ്മൾ അങ്ങനെ തന്നെ പോകാൻ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ എല്ലാവരും പ്രാർത്ഥന. അപ്പൊ അതുകൊണ്ട് അടുത്ത പരിപാടി ശരണ്യ ഈ കടപ്രാവും ചക്കയുടെ പരിപാടിയിലൊക്കെ കടക്കുകയാണ്. ഇപ്പൊ ശരണ്യ വിളിച്ചു കഴിഞ്ഞാ ഇതൊന്ന് ചെത്തിക്കൊടുക്കാൻ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി അടുക്കളയിലായിട്ട് പോയേക്കാം. ശരണ്യ അല്ല, അച്ഛനെ കൊണ്ടാണ് തൊലി ചെത്തിക്കണം പറഞ്ഞിട്ട്. അച്ഛനല്ലേ നിക്കണ കണ്ടില്ലേ? തൊലി ചെത്തിക്കോളാം. അച്ഛന്റെ ഫോൺ അടിക്കണുണ്ട് അച്ഛാ. ഒരു സെക്കൻഡ് ഞാൻ ഫോൺ എടുത്തോട്ടെ. ഞാൻ എന്നാ മൈദയൊക്കെ എടുത്ത് വെക്കട്ടെ. അപ്പൊ അച്ഛൻ ഇത് ചെത്തി കഴിയുമ്പോ അരിഞ്ഞും തരും. ശരണ്യ ഞാൻ വന്നേ ഞാൻ സുഹൃത്താണ് ഒരു സ്ഥലത്തിന്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ സ്ഥലത്തിന്റെ കാര്യത്തിനൊക്കെ പോവല്ലോ. വരുമ്പോ നമ്മള് നടക്കാതിരിക്കട്ടെ.
അതെ, അപ്പൊ ഇത് തൊലി ചെത്താൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. നടക്കട്ടെ. ഇത് നടക്കട്ടെ. അല്ല, അത് ചെറിയ ആവശ്യമാണല്ലോ. അതും നടക്കട്ടെ. അത് നടക്കട്ടെ. അപ്പൊ ഇതെന്താണ് പിന്നെ ചെയ്യേണ്ടത്? തൊലി ചെത്ത്. തൊലി ചെത്തണം. തൊലി കനത്ത് ചെത്തണ അത് കറുത്ത പോണ്ടേ? ഞാൻ നിന്നിട്ട് ചെത്താം. അതാകുമ്പോ എനിക്കൊരു ആ ഇത് എന്നാ അങ്ങനെയെങ്കിൽ അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ചെത്തിത്താ. എന്റെ പൊന്നെ, അല്ലെങ്കിൽ ചേട്ടനെ രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. ചക്ക പറിക്കാം. കനം മതിയാ പിന്നെ കണ്ട കൂട്ടുകാരെ, അങ്ങനെ അതെ തൊലിയൊക്കെ അടിപൊളിയായിട്ട് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അപ്പുറം ഇപ്പുറം കാവലായിട്ട് നിൽപ്പുണ്ട്. തൊലി ചെത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണുണ്ടോന്ന് അറിയാനായിരിക്കും എന്ന് തോന്നണം അല്ലേ? താഴെ വീഴുന്ന വെറുക്കാനാണ് രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിൽക്കണം. അല്ല, അതല്ല, ഞാനിത് ചെയ്ത് കൊടുത്താൽ അവര് ഇത് ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് അതുകൊണ്ടാണ് വേഗം ചെയ്യട്ടെ. ഞാൻ നോക്കുമ്പോ രണ്ടുവശത്ത് കാവൽക്കാരി. ചേട്ടനെ ഷിജു ആള് കുഴപ്പിക്കുന്ന പരിപാടിയാണ്. ആ അല്ലേ, ശരിയല്ലേ? രണ്ടു വശത്ത് രണ്ടുപേര് ചുമല ഡ്രസ് ഇട്ട് അപ്പുറം ഇപ്പുറം നിൽക്കുന്നു. അച്ഛൻ എങ്ങും തെറിച്ച് പോയെന്ന് ഓർത്തിട്ട്. ആ, അപ്പൊ ഇതൊന്ന് ചെത്തിയൊക്കെ എടുത്തിട്ട് കൂട്ടുകാരെ കാണിച്ചു തരാം. ദേ എത്തിയിട്ടുണ്ട് മക്കളെ. തീർന്നോ? വലിയ കാര്യമാണ് ഇത്. വലിയ കാര്യം ഇതിന്റെ മുകളിലത്തെ ആര് ചെത്തും? ഞാൻ തെറ്റിട്ടാரு കണ്ട ചേട്ടനെ, ഇതൊക്കെ മിഷ്യൻ വർക്കല്ലേ തന്നെ. ആഹാ. കണ്ട ഇതൊക്കെ നടുക്കൂടെ പോയി. നടുക്കൂടെ മുറിക്കാനാ. ആ കണ്ടോ ഇപ്പൊ കണ്ടോ ഞാനെന്ത് ചെയ്യാ. ഇങ്ങനെ അതേ കണ്ട മുറിച്ചൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ തീർന്നല്ലേ പരിപാടി? പരിപാടി പെട്ടെന്ന് പരിപാടി നടത്തി. ഇതാണ് പറഞ്ഞ ഞങ്ങളുടെ അച്ഛന് ഇതാ. ആ, ഞങ്ങളുടെ അച്ഛൻ ഇതാണെന്ന്. നീ തൊലിയണ്ടാ ചേട്ടനെ. അതെ നീ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്യണം? ഇത് കണ്ട കരി ഉണ്ടായി. കൂട്ടുകാരെ, അങ്ങനെ അതെ നന്നായിട്ട് ഇത് കഴുകിയത്. ആ നേരത്തെ ഞാൻ മാവ് എടുക്കാം. ആ അല്ലാതെ അമ്മ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു? ഞാൻ മാവിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാം. എടുത്തു കൊടുക്കാം. അതെ 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 അച്ഛൻ കയ്യെ എണ്ണ തേച്ചോണ്ടിരിക്കുകയാണ്. പശ പറ്റിയത് അല്ലേ? ആഹാ. ഇച്ചിരി എണ്ണയൊക്കെ തേച്ചിട്ട്. ആ ചെയ്യാം. അതെ അതെ. അപ്പൊ ശരണ്യ, എന്തോ ഇതിന് എങ്ങനെയാണ് നേരെ പീസാക്കിയാ മതിയാ? കുസ്തി പിടിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള വട്ടം വട്ടം ഇങ്ങനെ ആ, ബ്രെഡ് മുറിക്കണ പോലെ തന്നെ അല്ലേ? ആ അപ്പൊ ഇത് എങ്ങനെയാണ് ചേട്ടാ? ഞാൻ കനം കുറച്ചാക്ക്. കനം ഈ പിച്ചാത്തിന്റെ കനം വേണം, അതിൽ കൂടണം. ആ, ഒരു ചെറിയ കനം. എന്നാ ബ്രെഡിന്റെ തീർത്ത് കനം വേണ്ട എക്സാമ്പിൾ ആയിട്ട് നോക്കാം. അല്ലേ? ബ്രെഡിന്റെ കനം വേണ്ട. പിന്നെ അങ്ങോട്ട് പോട്ടെ ആ പോട്ടെ. അതെ അതെ അത് കളഞ്ഞി പോട്ടെ. ആ ഇങ്ങനെ 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 ഓരോ പീസാക്കി മതിയാ? ആ അതെ അതെ, അത് അടിപൊളിയാണ്. കണ്ടാ? സൂപ്പറാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാം അരിഞ്ഞൊക്കെ എടുത്തിട്ട് കാണിച്ചാൽ മതി നമ്മുടെ കൂട്ടുകാരെ അല്ലേ? ഇങ്ങനെ മതിയാ? വീഡിയോ കൂടി പോകും അല്ലേ? നല്ലതല്ലേ കൂട്ടുകാരെ? അങ്ങനെ അതെ അച്ഛൻ എന്താ കണ്ട ഒരേ അളവിലാണ് അരിഞ്ഞോണ്ടിരിക്കുന്നത്. ഒന്ന് നൈസ് ഉള്ളതൊന്ന് കാണിച്ചു കൊടുത്തേ ശരണ്യ. കളിച്ചു. എല്ലാം നല്ല നൈസാണ്. അതെ അതെ അതെ, കണ്ണാടി പോലെ. ആ നല്ല നല്ല ഇതാണ് കേട്ടോ. ഇതാണ് അറിയണം. അപ്പൊ ഇങ്ങനെയാണ് അരിയേണ്ടത് അല്ലേ? അപ്പൊ കണ്ട നല്ല ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഏതാണ്ട് ഒത്തിരി വലുപ്പത്തിലാണെന്ന് തോന്നും, പക്ഷെ ഒത്തിരി കനമൊന്നും ഇല്ലാത്ത രീതിക്കാണ്. ഇത് നമ്മൾ ബജ്ജി ചെയ്യണ പോലെ തന്നെ അല്ലേ? അതുപോലെ ഇത് മൈദ കൊണ്ട് ചെയ്യുന്നു. കൂട്ടുകാരെ, അങ്ങനെ അതെ നമ്മുടെ അച്ഛൻ ദേ അടിപൊളിയായിട്ടൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ട്. ദേ ശരണ്യ അമ്മയും കൂടി ദേ മാവൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നൊക്കെയാണ് ഇട്ടെന്ന് നമ്മുടെ കൂട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല. എള്ളു, ഉപ്പ്, മൈദ. എള്ളും ഉപ്പും മൈദായും ഇതിൽ ഇട്ടിട്ടുണ്ടല്ലേ? മഞ്ഞപ്പൊടി. ആ, അപ്പൊ കൂട്ടുകാരെ ഇതിൽ എള്ളും ഉപ്പും മൈദായും ആണ് ചേർത്തിരിക്കുന്നത്. ഇച്ചിരി പഞ്ചസാര കൂടി ചേർക്കും. പഞ്ചസാരയും ചേർക്കും അല്ലേ? അപ്പൊ അങ്ങനെ ദേ മാവ് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കുഴക്കുകയാണ്. അങ്ങനെ ദേ അമ്മ ദേ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ശരണ്യ കുഴച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ കുഴച്ചേന്നാ. ഇങ്ങനെ അതെ ഇങ്ങനെ വേണം കുഴച്ചെടുക്കാൻ. ശരണ്യ ഇതുമ്മേ വെച്ച് കുഴച്ച ഞാൻ ഇത് മാറ്റിത്തരാം. അപ്പൊ നമുക്ക് കൂട്ടുകാരെ കാണിക്കുകയും ചെയ്യാം അല്ലേ? അച്ഛനിത് അരിഞ്ഞു വെച്ചിരിക്കണൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ? അതെ. അപ്പൊ കൂട്ടുകാരെ ഇത് ഇതുപോലെ കുഴക്കണം. ഒത്തിരി വെള്ളവും ആകരുത്. എന്നിട്ട് അല്ല ഇച്ചിരി ലൂസാക്കണം. ഒത്തിരി വെള്ളം ആദ്യം ഒഴിക്കരുതെന്നാണ് പറഞ്ഞത്. നമ്മൾ ബ്രെഡ് പൊരിക്കാനായിട്ട് എടുക്കണ പോലെ തന്നെ. അതെ അതെ, പഴം പൊരിക്ക്. അപ്പൊ കണ്ട നല്ല കളറുമായി അല്ലേ?
നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല, മഞ്ഞപ്പൊടിയാണ് അല്ലേ? മഞ്ഞപ്പൊടി എള്ള്. കൂട്ടുകാരെ, അങ്ങനെ ശരണ്യത ഒരു ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പൊരിച്ചെടുക്കാനായിട്ട് അല്ലേ? നമ്മുടെ ചക്ക പൊരിക്കാനായിട്ട്. ഞാൻ എന്നെ അടുത്ത് തന്നെ ചട്ടകളൊക്കെ ചട്ടകം വേണം, കോരാൻ പാത്രം വേണം. ഇതെല്ലാം അമ്മയോട് പറയാൻ കാരണം ഇവിടെ മേളിലുള്ളതൊക്കെ അമ്മയാണ് ഞാനാണ് എടുത്ത് കൊടുക്കണം. അതെ, പിന്നെ എടുക്കുവേ മറ്റേ സ്റ്റൂളൊക്കെ ഇട്ട് പിന്നെ കേറണ്ടല്ലാന്ന് ഓർത്തിട്ടാണല്ലേ. ഇനി പാത്രം ചൂടാകട്ടെ, അതുവരെ ഇരിക്കാൻ പോയാണ്. അതുവരെ ഇരിക്കട്ടെ. കൂട്ടുകാരെ, നമ്മുടെ ശരണ്യ ഇത് ചെയ്യുന്ന വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് അല്ലേ? നാടൻ വെളിച്ചെണ്ണ. അപ്പൊ ഇതിനി ഒന്ന് ചൂടായി കിട്ടട്ടെ. അങ്ങനെ അതെ ശരണ്യതെ ചക്കയൊക്കെ എടുത്ത് മാവിലി കുളിപ്പിച്ചോണ്ടിരിക്കുന്നു. ആ, അപ്പൊ അതെ അതിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇട്ടോ. അപ്പൊ നമ്മളെ അച്ഛനും അമ്മയൊക്കെ നിപ്പുണ്ട്. അമ്മേനെ കാണുന്നില്ല, മറത്തായി പോയി. അപ്പൊ കണ്ട. അതെ അതെ അതെ. അപ്പൊ അതെ അങ്ങനെ ശരണ്യ തന്നെയാണ് ഇടുന്നത്. അച്ഛൻ മറിച്ചാ മതി. ആ അതെ അതെ. കണ്ടാ കൂട്ടുകാരെ, ഇതിൽ ഇട്ടപ്പോ തന്നെ കണ്ട ഇതിന്റെ കളറ് കണ്ട. ബ്രെഡ് പൊരിക്കണ പോലെ തന്നെ അങ്ങോട്ട് വന്നിട്ടിരിക്കണം അല്ലേ? നല്ല നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ തന്നെ. പിന്നെ ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകുമെന്ന് നമ്മളിത് ആണല്ലേ? ശരണ്യനെ കാണുന്നില്ല കേട്ടാ. ആ അപ്പൊ പറഞ്ഞത് തീർത്തില്ല, വാക്ക് പറഞ്ഞത്, വർത്താനം പറഞ്ഞത് എത്ര നല്ലതായിരിക്കും. അതെ അതെ. നല്ല നല്ല ഈ ചിപ്സ് ഒക്കെ വറുക്കണ പോലത്തെ സ്മെല്ല് വന്നുണ്ടല്ലേ? ആണല്ലേ? ആഹാ. അല്ല, അമ്മയും മകളും കൂടി ഒന്നിച്ച് നിന്നപ്പോ ഒരേ കളർഫുൾ. ഓക്കെ. അച്ഛനെ ഏൽപ്പിച്ചും ശരണ്യ അങ്ങോട്ട് നീങ്ങി നിന്ന്. തീയുമാണ്, എണ്ണയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മാറി നിന്നത്. കണ്ട, നന്നായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ടല്ലേ? അതെ അതെ. കൂട്ടുകാരെ, അങ്ങനെ അച്ഛൻ്റെ മറിച്ചൊക്കെ ഇട്ട് അല്ലേ? നമ്മുടെ കണ്ണപ്പനും വന്നിട്ടുണ്ട്. കണ്ണപ്പനെ കാണിച്ചു തരാം. നമ്മുടെ കണ്ടാ കണ്ണപ്പൻ കോളേജ് വിട്ട് വരുമ്പോ കണ്ണപ്പന് എന്നും എണ്ണപ്പലഹാരല്ലേ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഒന്ന് ചെന്ന് നോക്കിക്കേ, പറ്റപ്പോയി നോക്ക്. വീർത്തൊക്കെ വരും. ഇത് മറ്റേ ബ്രെഡ് പൊരി പോലെ ഉണ്ട്. അപ്പൊ അടുത്തത് മുക്കി ഇടാൻ പോയി. അമ്മ ഇട്ടോളെ. ആ വാ ചെല്ലി. ആഹാ, അച്ഛൻ പറഞ്ഞു കേട്ടോ ശരണ്യ ഇടുന്ന പോലെ ചെയ്യണം. എന്ത് അല്ല, ഒരെണ്ണം കൂടി കിടക്കൂ. ഇത് ഒരെണ്ണം കൂടി കിടക്കും. അമ്മ മുക്കാൻ വന്നപ്പോ ഒന്നേ കിടക്കുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞ. അത് കൊള്ളാം, ഒരെണ്ണം കൂടി കിടക്കും. ശരണ്യ പറഞ്ഞ കേട്ടാ അമ്മേ, കൈ പൊള്ളല്ലേ. അങ്ങനെ അടുത്തത്. അപ്പൊ കൂട്ടുകാരെ, ഇതെല്ലാം ചെയ്തിട്ടൊക്കെ കാണിക്കാം അല്ലേ? കാണിക്കാം. നമ്മുടെ ചക്കയൊക്കെ വറുത്തൊക്കെ തീർന്ന് അങ്ങനെ അച്ഛനാണ് ലാസ്റ്റ് വറുത്ത് കോരിയതല്ലേ? അങ്ങനെ കണ്ട, അങ്ങനെ നല്ല രസമുണ്ട്. പപ്പടം പോലെയൊക്കെ തോന്നണല്ലേ വീർത്തപ്പ. അപ്പൊ ശരണ്യത ആ നേരത്ത് പാത്രം തേച്ച് കഴുകാനായിട്ട് പോയല്ലേ? പോന്ന്. അപ്പൊ കണ്ട കൂട്ടുകാരെ, അങ്ങനെ നല്ല ഭംഗിക്കൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട, അടിപൊളിയായിട്ടാണ് പൊരിച്ചതല്ലേ? അത് കാണുമ്പോ തന്നെ അറിയാല്ലേ നമ്മുടെ ഈ ബ്രെഡ് പൊരിയുടെ ഒക്കെ പുറത്ത് ആ എള്ളൊക്കെ പിടിച്ചിരിക്കണം. ബ്രെഡ് പൊരിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ പത്തിരി, അരിപ്പത്തിരി ഇല്ല, അതുപോലെ റൗണ്ടാണ്. കറക്റ്റ് അരിപ്പത്തിരിയുടെ റൗണ്ടിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ശരണ്യ പറഞ്ഞ പ്ലാനിൽ തന്നെ ഞാൻ അരിഞ്ഞു കൊടുത്തു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരണ്യ ചെയ്തിട്ടു. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കൂടി കൂട്ടുകാരെ കാണിക്കണ്ടേ? അപ്പൊ കണ്ട കൂട്ടുകാരെ, അങ്ങനെ ചൂടില്ലാത്ത നോക്കി ശരണ്യ അതെ ആ മൊരിഞ്ഞ നോക്കിയെടുത്ത്
അതൊക്കെ ആകുമ്പോ ആദ്യത്തേതായോണ്ട് അതെ കണ്ട കൂട്ടുകാരി കണ്ട കീറ് നല്ലവരാണ് കീറ് ചൂടാണെങ്കിൽ അച്ഛൻ കീറുക. ചൂടാണ് ചൂടാ ചൂടാ അതാണ് വെച്ചണ്ട്. മക്കളെ ഇത് കണ്ടത് ഇത് കണ്ടത് ഇത് കണ്ടത് ഇതാണ് കണ്ട ആ അപ്പൊ അങ്ങനെ കീറിയൊക്കെ എടുക്കാം. അപ്പൊ ഇതൊന്ന് കീറി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മ അമ്മ ഇത് നമുക്ക് കൊടുക്കാം. അമ്മ കീറി തിന്ന് നോക്കട്ടെ കീറി തിന്ന്. അപ്പൊ ചെന്നെ തിന്ന എന്നെ പിടിച്ചിട്ടുണ്ട്. എന്നെ കൊള്ളാൻ കേട്ടെ. നല്ല നല്ലതാണല്ലേ? അടിപൊളിയാ. എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ ഓർക്കും ഇവര് തന്നെ തിന്ന് നമ്മുടെ കണ്ണപ്പൻ എന്തേന്ന്. കണ്ണപ്പൻ ചോറ് തിന്നുന്നു ആ നേരത്ത്, അതുകൊണ്ടാണ്. പിന്നെ അപ്പൊ ഇതുപോലെ നിങ്ങളും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെ. അപ്പൊ അടുത്ത വീഡിയോക്ക് വേണ്ടവരെ ബൈ.